ഛത്തീസ്ഗഡിൽ നിന്നുള്ള മാവോയിസ്റ്റ് വേട്ടകളുടെ വാർത്തകൾ അവസാനിക്കുന്നില്ല. ഇന്നലെ ഒരു വനിത ഉൾപ്പെടെ 3 കേഡറുകളെയാണ് സേന കൊലപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. ഖാങ്കർ, ഗാരിയബന്ദ് ജില്ലകളുടെ അതിർത്തിയിൽ ചിന്തഘടക് ഗ്രാമത്തിനടുത്തുള്ള വനപ്രദേശത്ത് സുരക്ഷാ ഉദ്യോഗസ്ഥരുമായുള്ള ഏറ്റുമുട്ടലിലാണ് ഇവർ കൊല്ലപ്പെട്ടത് എന്നാണ് കാങ്കർ പോലീസ് സൂപ്രണ്ട് ഇന്ദിര കല്യാൺ പറയുന്നത്. മാവോയിസ്റ്റുകളുടെ സീതാനദി റവാസ് ഏരിയ കമ്മിറ്റി സെക്രട്ടറി നർവൻ മദ്ഗം എന്ന വിശ്വനാഥ്, നഗരി ഏരിയ കമ്മിറ്റി അംഗം രാകേഷ് ഓംല എന്ന രാജേഷ്, മെയിൻപൂർ നുവാപാടയിലെ ബസന്തി കുങ്കം എന്ന ഹിത്മെ എന്നിവരാണ് മരിച്ചതെന്നും അദ്ദേഹം പറയുന്നുണ്ട്. ഈ മാസം 22-നാണ് നാരായൺപൂരിലെ അബുജ്മന്ത് വനത്തിൽ മാവോയിസ്റ്റ് നേതാക്കളായ കടേരി സത്യനാരായണ റെഡ്ഡി എന്ന കോസ, കട്ട രാമചന്ദ്ര റെഡ്ഡി എന്ന രാജുദാദ എന്നിവർ കൊല്ലപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ഇവരെ വ്യാജ ഏറ്റുമുട്ടലിലൂടെ കൊല ചെയ്തു എന്നാണ് CPI ദണ്ഡകാരുണ്യ സ്പെഷ്യൽ സോണൽ കമ്മിറ്റി ആരോപിച്ചിരിക്കുന്നത്. കട്ട രാമചന്ദ്ര റെഡ്ഡിയുടെ മൃതദേഹം സംസ്കരിക്കരുത് എന്നും ഛത്തീസ്ഗഡ് ഹൈക്കോടതി ഉത്തരവിടുന്നതുവരെ സൂക്ഷിക്കണമെന്നും സുപ്രീം കോടതി കഴിഞ്ഞ ദിവസം പോലീസിന് നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. റെഡ്ഡിയുടെ മകന്റെ ഹർജി പരിഗണിച്ചാണ് കോടതി ഉത്തരവ്. ഈ മാസം 10 വരെ ഇരു നേതാക്കളും സുരക്ഷിതരായിരുന്നുവെന്നും 11 ശേഷം അവരെ പിടികൂടി രഹസ്യ കേന്ദ്രത്തിലേക്ക് മാറ്റുകയും അവിടെ വെച്ച് വകവരുത്തിയ ശേഷം ഏറ്റുമുട്ടൽ സൃഷ്ടിക്കുകയായിരുന്നു എന്നുമാണ് പറയുന്നത്. മാവോയിസ്റ്റുകളുടെയും ആദിവാസി പ്രവർത്തകരെയും കൊന്നു തള്ളുന്ന ഭീകരതയ്ക്ക് മോദി ഭരണത്തിൽ നൽകിയിട്ടുള്ള ഓമന പേരാണ് ഏറ്റുമുട്ടൽ കൊല. 2026 മാർച്ച് 31-നകം രാജ്യത്ത് നിന്ന് നക്സലിസം തുടച്ചു നീക്കുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഈ വർഷം ആദ്യം പ്രഖ്യാപിച്ചത് ഇത്തരം നടപടികൾക്ക് വേഗം കൂട്ടാൻ വേണ്ടി തന്നെയാണ്. ഛത്തീസ്ഗഡ്, തെലങ്കാന, മഹാരാഷ്ട്ര എന്നീ സംസ്ഥാനങ്ങളിലെ അർദ്ധ സൈനിക വിഭാഗങ്ങളിലെ 10,000 കമാൻഡോകൾ ഉൾപ്പെടുന്ന സംഘത്തെ മാവോവാദി വിരുദ്ധ ഓപ്പറേഷന് വേണ്ടി രൂപീകരിച്ചിട്ടുമുണ്ട്. രാജ്യത്തെ ഏറ്റവും ബൃഹത്തായ മാവോവാദി വിരുദ്ധ ഓപ്പറേഷനാണിത്. കരേഘട്ട, നാട്പുള്ള, പൂജാരി, കാങ്കർ എന്നിവിടങ്ങളിലെ നിബിഡ വനങ്ങളിലാണ് മാവോവാദികൾക്ക് വേണ്ടിയുള്ള തെരച്ചിൽ നടക്കുന്നത്. കഴിഞ്ഞ 2 വർഷത്തിനിടെ 400-ലേറെ മാവോവാദികളെയാണ് ഛത്തീസ്ഗഡിൽ മാത്രം വധിച്ചത്. 2024-ൽ 163 പേരെയും ഈ വർഷം ഇതുവരെ 252 പേരെയും വധിച്ചു. അരികുവൽക്കരിക്കപ്പെടുന്ന സമൂഹങ്ങളുടെ അവകാശങ്ങൾക്കും നീതിക്കും വേണ്ടി ഏറെ കാലമായി തുടരുന്ന സംഘർഷങ്ങളുടെ ഭാഗമാണ് രാജ്യത്തെ മാവോയിസ്റ്റ് പ്രവർത്തനങ്ങൾ. രാജ്യസുരക്ഷ മുൻനിർത്തി എന്നുള്ള വ്യാജേന ഇത്തരം പ്രസ്ഥാനങ്ങളെ അടിച്ചമർത്താൻ സർക്കാർ നടത്തുന്ന ഇടപെടലുകൾ ഗോത്ര സ്വയംഭരണത്തെയും ഭരണഘടനാ സുരക്ഷയും അട്ടിമറിച്ചുകൊണ്ടാണ് നടപ്പാക്കുന്നത് എന്നുള്ളത് മനുഷ്യാവകാശ പ്രവർത്തകർ നിരന്തരമായി ചൂണ്ടിക്കാണിക്കുന്ന ഒന്ന് തന്നെയാണ്. ഭരണഘടനയുടെ 5-ാം ഷെഡ്യൂൾ ഉറപ്പു നൽകുന്ന ആദിവാസി അവകാശങ്ങൾ ആസൂത്രിതമായി അട്ടിമറിക്കപ്പെടുകയും വനങ്ങളുടെയും ധാതുക്കളുടെയും കോർപ്പറേറ്റ് ചൂഷണത്തിന് വിധേയമാക്കുകയും ചെയ്യുന്നതിനെതിരെ പ്രതിരോധം ഉയർത്തുന്നവരെയാണ് മാവോയിസ്റ്റ് മുദ്ര ചാർത്തി കൊന്നൊടുക്കുന്നത്. ആദിവാസികളെ ശത്രുതയോടെ കാണുന്ന സൈനിക സമീപനത്തിനെതിരെയാണ് പ്രാദേശിക ചെറുത്തുനിൽപ്പ് ഉണ്ടാകുന്നത്. പ്രതിരോധിക്കുന്നവരെ കൊന്നു തള്ളുക മാത്രമല്ല, അവരുടെ മൃതദേഹങ്ങൾ കുടുംബാംഗങ്ങൾക്ക് വിട്ടുകൊടുക്കാൻ പോലും പലപ്പോഴും ഭരണകൂടം തയ്യാറാകുന്നില്ല. കുടുംബാംഗങ്ങളുടെ മനുഷ്യാവകാശം പോലും നിഷേധിക്കുന്ന നടപടി ജനാധിപത്യ സംസ്കാരത്തിന് അപമാനം തന്നെയാണ്. മാവോയിസ്റ്റുകളുടെ സായുധ രീതി അംഗീകരിക്കാനാവുന്നതല്ല. എന്നാൽ മാവോയിസം എന്നത് ഭീകര പ്രവർത്തനമോ ദേശവിരുദ്ധമോ അല്ല. ഇക്കാര്യം കോടതികൾ പലതവണ ചൂണ്ടിക്കാട്ടിയിട്ടുമുണ്ട്. നിയമവിരുദ്ധ പ്രവർത്തനം നടത്തുന്നവരെ നിയമത്തിന്റെ വഴിയിലേക്ക് കൊണ്ടുവരിക എന്നതാണ് ഭരണകൂടത്തിന്റെ ഉത്തരവാദിത്തം. ചർച്ചകളിലൂടെ പ്രശ്നപരിഹാരം ഉണ്ടാകുന്നതിന് പകരം കൊലപാതകത്തിന്റെയും ഉന്മൂലനത്തിന്റെയും മനുഷ്യത്വരഹിതമായ സമീപനമാണ് ഛത്തീസ്ഗഡിൽ ഉൾപ്പെടെ BJP സർക്കാരുകൾ സ്വീകരിച്ചു വരുന്നത്. ഭയത്തിന്റെയും ഭീകരതയുടെയും അന്തരീക്ഷം സൃഷ്ടിച്ച് വനത്തിന്റെ അവകാശികളായ ആദിവാസികളെ മേഖലകളിൽ നിന്ന് ഒഴിപ്പിക്കുകയാണ് ചങ്ങാത്ത മുതലാളിത്ത സർക്കാർ ലക്ഷ്യമിട്ടുന്നത് എന്നുള്ളത് വ്യക്തമാണ്. എന്തിന്റെ പേരിലാണെങ്കിലും ജനാധിപത്യങ്ങൾക്കും നിയമ സംവിധാനങ്ങൾക്കും എതിരായി മനുഷ്യ ജീവനുകളെ ഇല്ലാതാക്കുന്നത് ആഘോഷമാക്കുന്ന നിലപാട് മനുഷ്യത്വ വിരുദ്ധം തന്നെയാണ്.